അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, 5 raised to m divided by 5 raised to minus 3 equal to 5 ആയാൽ mന്റെ വില കാണുക. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി എഴുതാം. 5 raised to m divided by 5 raised to minus 3 equal to 5. ഇതിനും പവർ ഉണ്ട്, ഇതിനും പവർ ഉണ്ട്. അപ്പോൾ ഇതിനു കൂടെ നമുക്കൊരു പവർ ഇട്ട് കൊടുക്കാം. 5 raised to 1 ആണ് 5 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഒരു പാർട്ട് ഏത് ഫോമിലാണ്? എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ എന്നുള്ള ഫോമിലാണ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? എ റേസ് ടു എം മൈനസ് എൻ. മേലെയുള്ള പവർ മൈനസ് താഴെയുള്ള പവർ എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 5 റേസ് ടു എം മൈനസ് താഴെയുള്ളതിൽ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, -3. ഇതിനകത്ത് ഓൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ട് -3. ഓക്കെ, 5m മൈനസ് -3. അപ്പോൾ എന്ത് വരും? 5 റേസ് ടു എം മൈനസ് പിന്നെ ഒരു മൈനസും കൂടെ വരുമ്പോൾ പ്ലസ് വരും, m പ്ലസ് 3. ഓക്കെ, ഇനി അത് എന്തിന് ഈക്വൽ ആണ്? ഈക്വൽ ടു 5 റേസ് ടു 1. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ളതാണ് ഇത്, ഈ റൈറ്റ് സൈഡിലുള്ളതാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് 5 റേസ് ടു എം പ്ലസ് 3 ഈക്വൽ ടു 5 റേസ് ടു 1 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 5 രണ്ടിലും ഉള്ളത് കൊണ്ട് അതിന്റെ അർത്ഥം എന്താണ്? മേലെയുള്ളതും ഈക്വൽ ആയിരിക്കും എന്നാണ്. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ 5 ആണ് രണ്ടിന്റെയും വരുന്നത്. അപ്പൊ രണ്ടിന്റെയും പവറും ഈക്വൽ ആവണം. അതിനർത്ഥം m പ്ലസ് 3 ഈക്വൽ ടു 1 എന്നാണ്. ഓക്കെ, ഞാനൊന്നുകൂടെ പറയാം, സ്പീഡിൽ പറഞ്ഞു പോകാൻ ഡൗട്ട് ഉണ്ട്. ഓക്കെ, അപ്പൊ 5 റേസ് ടു m പ്ലസ് 3 എന്തിന് ഈക്വൽ ആണ്? 5 റേസ് ടു 1 ഈക്വൽ ആണ്. അതിനർത്ഥം എന്താണ്? രണ്ടും 5 ആയതുകൊണ്ട് ഈ പവർ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം എന്നാണ് അർത്ഥം. ഇത് രണ്ടും ഈക്വൽ ആവണം എന്നാണ് അർത്ഥം. അപ്പൊ m പ്ലസ് 3 ഈക്വൽ ടു 1 എന്ന് എഴുതാം. m ഈക്വൽ ടു 1 മൈനസ് 3 ഈക്വൽ ടു -2. ഇതാണ് m ന്റെ വില, -2.